എല്ലാ കൂട്ടുകാർക്കും കോട്ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് API പോളിങ്ങിനെ കുറിച്ചാണ്. API പോളിംഗ് ഒരു പോപ്പുലർ മെത്തേഡാണ്. ബാക്ക് ആൻഡ് ഡെവലപ്പേഴ്സിനും API ഡെവലപ്പേഴ്സിനും ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ എക്സ്റ്റേണൽ API ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പോപ്പുലർ മെത്തേഡാണ് പോളിംഗ്. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് ആൻഡ് 101 എന്നുള്ള ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ബാക്ക് ആൻഡ് ടെക്നോളജീസിനെ കുറിച്ചും കൺസെപ്റ്റുകളെ കുറിച്ചുമാണ്. അപ്പോൾ എത്രത്തോളം നല്ലൊരു സ്കെയിലബിൾ സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും, അതിന് വേണ്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, മനസ്സിലാക്കേണ്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാക്ടിക്കലും തിയറി വൈസും ആയിട്ടുള്ള ഡീപ്പ് ഡൈവ്സ് ആണ് നമ്മളിതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എന്താണ് പോളിംഗ്? പോളിംഗ് അഥവാ API പോളിംഗ് ഒരു കോമൺ ബാക്ക് ആൻഡ് മെക്കാനിസമാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സെർവറിൽ നിന്നോ ഒരു എക്സ്റ്റേണൽ APIസിനെ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ പീരിയോഡിക്കലി റിക്വസ്റ്റുകൾ അയച്ച് ഡാറ്റ എടുക്കുന്നതിന് വേണ്ടി, ഡാറ്റ ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോളിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോളിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിലായിരിക്കും ഈ API റിക്വസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു റിമോട്ട് സെർവറിൽ. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ആ എൻഡ് പോയിൻറ്റിനെ അല്ലെങ്കിൽ ആ APIനെ പോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് APIയിലോട്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ പോളിംഗ് അഥവാ API പോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ API പോളിംഗ് സൈക്കിൾ നോക്കാം നമുക്ക്. എന്താണ്? ഫസ്റ്റ് നമ്മളൊരു നമ്മുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സെർവർ എന്ത് ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആ APIയിലോട്ട് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. API എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് ലേറ്റസ്റ്റ് ഡാറ്റേനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ API റെസ്പോൺസ് തരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ APIയിലോട്ട് റിക്വസ്റ്റ് ചെയ്തു, API നമുക്ക് ഡാറ്റ റെസ്പോണ്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ വെയിറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് പല ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷേ സിമ്പിളി പുട്ട് നമ്മളൊരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ്സ് 1 ഡേ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെയും നമ്മുടെ APIൻ്റെയും റിക്വയർമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രോസസ് എന്ന് പറഞ്ഞു വെച്ചാൽ സിമ്പിൾ ടു ഇംപ്ലിമെൻ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം എന്താണ്, നിങ്ങൾ ഇതിൽ ചെയ്യുന്ന പോലെ ആക്സിയോസോ അല്ലെങ്കിൽ ഫെച്ചോ വിളിച്ചൊരു API കോൾ ചെയ്യുന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളത്. പിന്നെന്താണ്, ഒരു പുഷ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വെബ് ബുക്ക് സപ്പോർട്ട് ചെയ്യാത്തൊരു APIയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സുഖമായിട്ട്, അങ്ങനത്തെ APIs എല്ലാം ഉണ്ട്. കാരണം നമ്മൾ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന APIs, അപ്പോൾ ഇതിനൊന്നും നമ്മൾ എക്സ്റ്റേണലി ചിലപ്പോൾ ഒരു URL ചിലപ്പോൾ അവൈലബിൾ ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല. അപ്പോൾ അങ്ങനത്തെ അപ്ലിക്കേഷൻസിനൊക്കെ നമുക്കിത് ഈ പോളിംഗ് വെച്ചിട്ട് നമുക്കത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നിങ്ങളാണ് ഇതിൻ്റെ ക്ലയൻറ്റ് സൈഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഡാറ്റ എപ്പോൾ കിട്ടണം എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മൊത്തം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ഇതിൽ കൂടുതൽ കൺട്രോൾ. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എത്ര ഫ്രീക്വൻസിയിൽ എനിക്ക് ഡാറ്റ വേണം, എങ്ങനെയൊക്കെയാണ് എനിക്ക് ഡാറ്റ വേണ്ടത്, ആ ടൈമിംഗ് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് വേണ്ടത്, ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ഔട്ട് ബൗണ്ട് കണക്ഷൻ മാത്രമുള്ള ഇൻബൗണ്ട് കണക്ഷനും ഇല്ലാത്ത ആപ്ലിക്കേഷൻസിന് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ കോൺസ് നോക്കി നോക്കാം നമുക്ക്. എന്താണ്? വേസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് പ്രോസസ്സിംഗ് ഇഫ് നത്തിങ് ചേഞ്ചസ്. അതായത് നമ്മൾ എന്തിനാണ് ഈ പോളിംഗ് ഉപയോഗിക്കുന്നത്? ലേറ്റസ്റ്റ് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിംഗ് ഉപയോഗിക്കുന്നത്. ആ ഡാറ്റ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡാറ്റയിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോൾ ചെയ്തിട്ട് പുതിയ ഡാറ്റ വന്നോ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ പുതിയ ഡാറ്റ അവൈലബിൾ അല്ലെങ്കിൽ കൂടി നമ്മുടെ CPU യൂസേജും IO ബാൻഡ്വിഡ്ത്തും നെറ്റ്വർക്കിംഗ് ബാൻഡ്വിഡ്ത്ത് എല്ലാം നമുക്ക് ഓരോ API കോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് നഷ്ടമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു 10 API കോൾ വിളിച്ചു അല്ലെങ്കിൽ 10 പോളിംഗ് ചെയ്തു. ഈ 10 പോളിങ്ങിൽ 10ാമത്തെ പോളിങ്ങിലാണ് നിങ്ങൾക്ക് ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ 9 API കോളും വേസ്റ്റാണ് അവിടെ. അതുപോലെ തന്നെ 5ാമത്തെ API കോളിലാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 4 വേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വേസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പോളിങ്ങിൻ്റെ ഒരു മെയിൻ പ്രശ്നം. പിന്നെ നിങ്ങൾ API യൂസേഴ്സ് ആയിരിക്കും, API ഇംപ്ലിമെൻറ്റേഴ്സ് അതിന് റേറ്റ് ലിമിറ്റിംഗ് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 10 റിക്വസ്റ്റ് മാത്രമേ ഒരു സെക്കൻഡിൽ മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 50 റിക്വസ്റ്റ് മാത്രമാണ് ഒരു സെക്കൻഡിൽ റിക്വസ്റ്റ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം റേറ്റ് ലിമിറ്റിങ്ങിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തായിരിക്കും ഓരോ എൻഡ് പോയിന്റിലും. ഓക്കെ,
നന്നായിട്ട് ഡിസൈൻ ചെയ്ത ഓരോ എൻഡ് പോയിന്റിലും റേറ്റ് ലിമിറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ API കോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റേറ്റ് ലിമിറ്റ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സെർവറിൽ നിന്ന് ഡാറ്റ കിട്ടില്ല. ഓക്കെ, പകരം നിങ്ങളതിനകത്ത് ചിലപ്പോൾ അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് റേറ്റ് ലിമിറ്റിംഗ് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് റേറ്റ് ലിമിറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പുഷ് ബേസ്ഡ് മെത്തേഡ്സ് ലൈക്ക് വെബ് ബുക്സ്, ഈ പുഷ് ബേസ്ഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വെബ് ബുക്ക് ആയിട്ട് നമുക്ക് ഡാറ്റ തരിക, അതായത് ഡാറ്റ അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ അപ്ലിക്കേഷനിലോട്ട് ഡാറ്റ പുഷ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ API പോളിംഗ് ഒരു സ്ലോവർ മെത്തേഡാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിലയബിൾ API പോളിംഗ് മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോളിംഗ് ഇൻ്റർവെല്ലാണ്. പോളിംഗ് ഇൻ്റർവെല്ല് ഒരു എന്താണ്, സെർവറിൻ്റെയും ക്ലയൻറ്റിൻ്റെയും ഒരു ബാലൻസ് ആയിരിക്കണം എപ്പോഴും വേണ്ടത് നമുക്ക്. അതായത് നമ്മളിത് പോൾ ചെയ്യണം ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റെയിൽനെസ് ആണ്. ഡാറ്റ സ്റ്റെയിൽനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ലേറ്റസ്റ്റ് ഡാറ്റ കിട്ടാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പഴയ ഡാറ്റയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ യൂസറിന്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിയാക്റ്റിലൊരു വ്യൂ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ കാണുന്നത് പഴയ ഡാറ്റ ആയിരിക്കും. പുതിയ ഡാറ്റ വരണമെങ്കിൽ എന്താണ്, ലേറ്റസ്റ്റ് പോളിംഗ് ട്രൈയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ പുതിയത് കിട്ടണം. അപ്പോൾ ആ പോളിംഗ് ഇൻ്റർവെല്ല് ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞു വെച്ചാൽ അത് നിങ്ങളുടെ API ഇംപ്ലിമെൻറ്ററിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊവൈഡറിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു നമ്പർ അവിടെ, പോളിംഗ് ഇൻ്റർവെൽ നമ്പർ അവിടെ ഉണ്ടാക്കുവാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ട്രയൽ ആൻഡ് എററിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അവരുടെ API ഇംപ്ലിമെൻറ്ററുടെ അതേ ഒരു ടൈമിങ്ങിനനുസരിച്ചിട്ട് നിങ്ങളത് കോൺഫിഗർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കത് കിട്ടുന്നത്. ഓക്കെ, പിന്നുള്ളത് API റേറ്റ് ലിമിറ്റാണ്. ഈ API റേറ്റ് ലിമിറ്റിംഗ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ API ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. ഒരു 99% API എക്സ്റ്റേണൽ APIസും റേറ്റ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ എന്താണ്, നിങ്ങളുടെ പോളിംഗ് മെക്കാനിസം എപ്പോഴും റേറ്റ് ലിമിറ്റിങ്ങിൻ്റെ ഉള്ളിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, അതായത് 10 റിക്വസ്റ്റ് പെർ സെക്കൻഡ് ആണ് ഒരു API റേറ്റ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 RPS നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അവിടോട്ട് റിക്വസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ 5 റിക്വസ്റ്റും ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ആണുള്ളത് അവിടെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അവരുടെ ഡോക്യുമെൻറ്റേഷൻ വായിച്ചിട്ട് നമ്മളത് സെറ്റപ്പ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് റേറ്റ് ലിമിറ്റിങ്ങിലോട്ട് അത് കറക്റ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മളത് ചെയ്യണം, ബാക്ക് ഓഫ് മെക്കാനിസംസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലോട്ട് ഇടണം. അത് റേറ്റ് ലിമിറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, കാരണം ഈ റേറ്റ് ലിമിറ്റ് വരുന്നത് പീക്ക് അവേഴ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സാധാരണ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ലോഡ് ടെസ്റ്റ് ചെയ്യണം. ലോഡ് ടെസ്റ്റ് ചെയ്തിട്ട് റേറ്റ് ലിമിറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നതെന്നുള്ളത് നിങ്ങളത് എൻഷുർ ചെയ്യണം. ഓക്കെ, പിന്നുള്ളത് നെറ്റ്വർക്ക് ആൻഡ് സെർവർ ലോഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റിക്വസ്റ്റിനും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിസ്റ്റം റിസോഴ്സസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ API സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമ്മൾ ഫിൽട്ടർ സ്കോർ വെച്ചിട്ട് നമുക്ക് ഡാറ്റയുടെ സൈസ് കുറയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഡെൽറ്റ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഡെൽറ്റ ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒപ്റ്റിമൈസേഷൻ മെക്കാനിസംസ് നമ്മൾ ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്കും സെർവറിലോടും നമ്മൾ കുറയ്ക്കണം. അതുപോലെ തന്നെ ക്യൂവിലോട്ട് ഇട്ടിട്ട് അസിങ്ക് പ്രോസസ്സ് ചെയ്യുക, ഓഫ് അവർ പ്രോസസ്സിങ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ മെക്കാനിസംസൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എറർ ഹാൻഡ്ലിങ് നമ്മളെപ്പോഴും തിങ്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. നെറ്റ്വർക്ക് റിലയബിൾ അല്ല, അതുപോലെ തന്നെ ഒരു API സെർവറിനും 100% നമുക്ക് അപ്പ് ടൈം ചേരാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ റീട്രൈ ലോജിക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ബിൽറ്റ് ഇൻ ആയിരിക്കണം നമ്മുടെ API കോഡിൽ. ഈ റീട്രൈ ലോജിക്ക് എന്താ ചെയ്യുന്നത്, ഒരു എറർ വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് അതിനെ ഒന്നും കൂടി ഹാൻഡിൽ ചെയ്യും. അതായത് അപ്പോൾ ചില എറർ കോഡിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ റീട്രൈസിനെ എന്ത് ചെയ്യും, ഒരു ഡിലേ കൊടുത്തിട്ട് ഒരു ബാക്ക് ഓഫ് ചെയ്തിട്ട് എഗെയിൻ റീട്രൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർവറിനെ ലോഡ് ചെയ്യില്ല. ഓൾറെഡി ലോഡിലിരിക്കുന്ന ഒരു API സെർവറിനെ പിന്നെ നമ്മളായിട്ട് ലോഡ് ചെയ്യില്ല. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് റീട്രൈ ലോജിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യൽ മസ്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോപ്പ് കണ്ടീഷൻസ്. ചില കേസുകളിൽ നമുക്ക് ആസ് എൻ API യൂസർ നമുക്ക് ഇൻ്റർവ്യൂൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സെർവറിൻ്റെ CPU യൂസേജ്, അല്ലെങ്കിൽ നമ്മുടെ സെർവറിൻ്റെ ലോഡ് യൂസേജ്, അല്ലെങ്കിൽ പീക്ക് ഡേയ്സ് വരുമ്പോൾ,
ഫോർ എക്സാമ്പിൾ എന്താണ് നിങ്ങളുടെ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ഈവ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ള സെർവർ ലോഡ് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റാവുന്ന API പോളിംഗ് മെക്കാനിസംസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല, ഓഫ് അവേഴ്സിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാമെന്ന് പറ്റുന്ന കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിംഗ് നമുക്ക് അവിടെ നിർത്തി വെച്ചിട്ട് വേറൊരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് അഗൈൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ലൂപ്സ് വരെയൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. പിന്നെ ഡാറ്റ ചേഞ്ച് ഡിറ്റക്ഷൻ, അത് API യൂസറിൻ്റെ അടുത്ത് അത്ര കൺട്രോൾ ഇല്ലാത്തൊരു സാധനമാണ്. അത് API ഇംപ്ലിമെൻറ്ററിൻ്റെ അടുത്താണ് കൂടുതൽ കൺട്രോൾ. അപ്പോൾ API ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഡെൽറ്റാസ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം സ്റ്റേറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ നോർമലി അങ്ങനെ ചെയ്യാറില്ല ആരും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, API യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വലിയ കൺട്രോൾ ഇല്ല. സ്റ്റിൽ നിങ്ങൾക്ക് ഡാറ്റ ഫിൽറ്ററിംഗ് ഒക്കെ വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റയുടെ സൈസ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ സെക്യൂരിറ്റി, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എൻഡ് പോയിൻറ്റ്സിനെ ഡെവലപ്പർ ആയാലും യൂസർ ആയാലും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കണം. API റിക്വസ്റ്റ് മേക്ക് ചെയ്യുമ്പോൾ എയ്തർ ഓതൻറ്റിക്കേഷൻ ടോക്കൺസ് എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ഓതൻറ്റിക്കേഷൻ ക്ലയൻറ്റും സെർവറും തമ്മിൽ എന്തായാലും വേണം. അതുപോലെ തന്നെ ഓവർ ദ വയർ HTTPS ആയിരിക്കണം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളൊരു ഇത് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എത്രത്തോളം റിയൽ ടൈം അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൽ എത്രത്തോളം ലെറ്റൻസി വരാം അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഡിലേ വരാം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൾട്ടർനേറ്റീവ്സിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അത് പോളിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഓൾറെഡി ഒരു ഇൻഡ്യൂസർ ഡിലേ ഉണ്ട്. ഏറ്റവും ബേസിക്കായി പറയുമ്പോൾ ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് എന്തായാലും ഡിലേ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ് ബുക്ക് അല്ലെങ്കിൽ വെബ് സോക്കറ്റ് മെക്കാനിസംസിലോട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്റ്റിമൈസേഷൻ ടു കൺസിഡർ, ഇതോടുകൂടി ഫൈനൽ ഒപ്റ്റിമൈസേഷൻ ചെക്ക് ലിസ്റ്റ് ആണ്. റേറ്റ് ലിമിറ്റിംഗ് ബാക്ക് ഓഫ് മെക്കാനിസംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, റീട്രൈ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത് കൺസിഡർ ചെയ്യുക. അത് നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിൻ്റെ സൈസ് ഒപ്റ്റിമൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അസിങ്ക്രോണസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ അസിങ്ക്രണസ് പ്രോസസ്സ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോൾ ചെയ്തിട്ടുള്ള ഡാറ്റ അപ്പം തന്നെ പ്രോസസ്സ് ചെയ്യാതെ നിങ്ങളൊരു ക്യൂലോട്ട് ആഡ് ചെയ്തിട്ട് ലേറ്റർ പോയിന്റ് ഓഫ് ടൈമിൽ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു API പോളിംഗ് ക്ലയൻറ്റ് അല്ലെങ്കിൽ API പോളിംഗ് മെക്കാനിസം നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിന്നെ അത് പ്രൊഡക്ഷനിലോട്ട് ഡിപ്ലോയ് ചെയ്യാൻ പോവാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ബാക്ക്-എൻഡ് 101ൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഇതേപോലത്തെ കുറേ കോൺസെപ്റ്റുകൾ ഇനിയും കവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻസിൽ തരിക. ഞങ്ങളത് വായിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.